ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് PSC എക്സാമുകളിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് മൊത്തമായി കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ വൈകിയ വേളയിൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള റിവിഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എക്സാമിന് മുന്നേ തീർച്ചയായിട്ടും കണ്ടിട്ട് പോവുക. നമുക്ക് ഒട്ടും സമയം കളയാതെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: PDF-ൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഒത്തിരി തവണ PYQ ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണിത്. അതുകൊണ്ട് തന്നെ ഉറപ്പായും പഠിച്ചിട്ട് പോവുക. ഓപ്ഷൻ എ പർച്ചേഡ് ഡാറ്റ ഫോർമാറ്റ്, ഓപ്ഷൻ ബി പെർമനൻറ്റ് ഡോക്യുമെൻറ്റ് ഫയൽ. ഈ രണ്ടും നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അകത്ത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത് വരുന്നതാണ് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്, പെർമനൻറ്റ് ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. ഇവിടെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതാണെന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റാണ്. ഓക്കെ, അപ്പോൾ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? PDF എന്ന് പറയുന്നത്. എന്താണ് ഈ PDF എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, എളുപ്പത്തിൽ ഷെയർ ചെയ്യാനും പ്രിൻ്റ് ചെയ്യുവാനും സാധിക്കുന്ന ഒരു ഫയൽ ഫോർമാറ്റ്. നമ്മൾ ക്ലാസ് ഇടുമ്പോൾ ആദ്യമൊക്കെ വേഡ് ഫോർമാറ്റിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു, സാറേ PDF ആയിട്ട് തരികയാണെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഞങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ ഭയങ്കര ഉപകാരമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, PDF ആക്കിയിട്ട് നോട്ട് തരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓരോ ക്ലാസ്സുകളുടെയും നോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവർ ആ നോട്ട് തരുന്നത് എന്താണ്? PDF ഫോർമാറ്റിലാണ്. എന്തുകൊണ്ടാണ്? എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? എളുപ്പത്തിൽ നമുക്കിത് പ്രിൻ്റ് എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റയാണ് ഈ പറയുന്ന PDF ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ് PDF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചോ, അതിൻ്റെ ഫുൾ ഫോമാണ് പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. എന്താണ്? പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. ഇത് വികസിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ, വികസിപ്പിച്ചത് വേണമെങ്കിൽ ചോദിക്കാം, ഇനി അതൊക്കെയാണ് ചോദിക്കത്തുള്ളൂ. അപ്പോൾ വികസിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡോബ് സിസ്റ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ അഡോബ് സിസ്റ്റംസ് ആണ് എന്ത് വികസിപ്പിച്ചത്? ഈ പറയുന്ന PDF എന്ന് പറയുന്നൊരു ഫോർമാറ്റ് ഫയൽ നിലവിൽ വികസിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റാണ് PDF എന്ന് പറയുന്നത്. ഈ PDF എന്ന് പറയുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാനും പറ്റും, പ്രിൻ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ് PDF. ഇത് വികസിപ്പിച്ചത് അഡോബ് സിസ്റ്റംസ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആരാണ്? അഡോബ് സിസ്റ്റംസ്. PDF ഫയലുകൾ .pdf എക്സ്റ്റൻഷനുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ PDF ഫയലുകൾക്ക് .pdf എക്സ്റ്റൻഷനുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന PDF ഫയലുകൾക്ക് എങ്ങനെയാണ്? .pdf എക്സ്റ്റൻഷനുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഷോർട്ട് ഫോമും അതിൻ്റെ പൂർണ്ണ രൂപവും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ് HTTP എന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ഓക്കെ, എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ എന്താണ് HTTP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നുള്ളതാണ് ഇതിൻ്റെ HTTPയുടെ എന്താണ് ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് നമ്മുടെ ANSI എന്നതിൻ്റെ പൂർണ്ണരൂപം. ANSI എന്താണ്? അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ANSI ചോദിക്കാറുള്ളതാണ്. അതേപോലെ തന്നെ ചോദിക്കാറുള്ള മറ്റൊന്നാണ് USB. നമ്മളെപ്പോഴും പറയാറുണ്ട് USB പോർട്ട് എന്നുള്ളത്. ഓക്കെ, USB പോർട്ട് നമ്മളെപ്പോഴും പറയാറുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് ഫുൾ ഫോം എന്ന് ചോദിച്ചാൽ യൂണിവേഴ്സൽ സീരിയൽ ബസ്സാണ്. ഓക്കെ, യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നുള്ളതാണ് എന്തിൻ്റെ
USB-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ചോദിക്കാറുള്ളതാണ് SMS-ൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് SMS-ൻ്റെ പൂർണ്ണ രൂപം? ഷോർട്ട് മെസ്സേജ് സർവീസാണ്. ഓക്കെ, ഷോർട്ട് മെസ്സേജ് സർവീസാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ SMS എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു ചോദിക്കാറുള്ള ഫുൾ ഫോമാണ് DVD. നമ്മളെപ്പോഴും പറയാറില്ലേ DVD ഡിസ്ക്. ഇപ്പോൾ അതൊന്നും കിട്ടാനില്ല. കാരണം എന്താണ്? ഇപ്പോൾ അതൊക്കെ മാറി. എന്താണ്? ഈ പറയുന്ന പോലെ ഹാർഡ് ഡിസ്ക് വന്നു. അതേപോലെ തന്നെ എന്താണ് അതിനൊക്കെ ഉപരിയായി പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നതോടുകൂടി ഇതൊന്നും എന്ത് ചെയ്യാം നിലവിലില്ല, ഉപയോഗിക്കുന്നില്ല. DVD, CD എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. ഓക്കെ, എന്നാലും ഇടയ്ക്കൊക്കെ PSC ചോദിക്കാറുണ്ട് ഈ പറയുന്ന DVD-യുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. ഓക്കെ, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നതാണ് എന്തിൻ്റെ DVD-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട്, ഒന്ന് ഓർത്തു വച്ചോ. അതേപോലെ തന്നെ ഉള്ളതാണ് ഇമെയിലിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇലക്ട്രോണിക് മെയിൽ എന്നുള്ളതാണ് ഇമെയിൽ. ഓക്കെ, അപ്പോൾ ഇത്ര ഒന്ന് മക്കളെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വച്ചോ. ഉറപ്പായിട്ടും നമുക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. എന്താണ് PDF എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതായത് പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റാണ് PDF എന്ന് പറയുന്നത്. എന്താണ് PDF-ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് PDF-ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് PDF-ൻ്റെ പ്രത്യേകത? പറ മക്കളെ, എന്താണ്? എളുപ്പത്തിൽ ഷെയർ ചെയ്യാനും പ്രിൻ്റ് ചെയ്യുവാനും സാധിക്കുന്ന ഫയൽ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ എന്താണ് ഷെയർ ചെയ്യാം, എളുപ്പത്തിൽ പ്രിൻ്റ് ചെയ്യാനും പറ്റുന്ന ഫോർമാറ്റാണ് ഏതെന്ന് പറയുന്നത്? PDF എന്ന് പറയുന്നത്. അതേപോലെ തന്നെ PDF വികസിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അഡോബ് സിസ്റ്റംസ് ആണ് എന്ത് PDF വികസിപ്പിച്ചത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു PDF-ൻ്റെ എക്സ്റ്റൻഷനാണ് .pdf എക്സ്റ്റൻഷനുകളായിട്ടാണ് PDF ഫയലുകൾ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അതിനോടൊപ്പം തന്നെ കുറച്ച് അല്ലാത്ത നിലവിലത്തെ പൂർണ്ണ രൂപങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എക്സാമുകളിൽ ചോദിച്ചത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെയാണ് HTTP എന്ന് പറയുന്നത്. HTTP എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? HTTP എന്നതിൻ്റെ ഫുൾ ഫോം പറഞ്ഞ മക്കളെ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. HTTP. അടുത്താണ് ANSI എന്ന് പറയുന്നത്. അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ANSI, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്ത് നമ്മൾ പറഞ്ഞു USB. എന്താണ് USB-യുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സീരിയൽ ബസ്സാണ് എന്തെന്ന് പറയുന്നത്? USB എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞു SMS. എന്താണ് SMS-ൻ്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഷോർട്ട് മെസ്സേജ് സർവീസാണ് SMS എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞു DVD-യുടെ ഫുൾ ഫോം എന്താണ്? DVD-യുടെ ഫുൾ ഫോം ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്കാണ് DVD എന്ന് പറയുന്നത്. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് ഇമെയിലിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് മെയിൽ എന്നുള്ളതാണ് ഇമെയിലിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് മെയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ഫുൾ ഫോമും അതേപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് ഫോമും പഠിച്ചു വയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്ക് വേഗം തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ്? IT ആക്ട് 2000 ഷുവർ ഷോട്ട് ക്വസ്റ്റ്യനാണ് മക്കളെ. ഉറപ്പായും പഠിച്ചിട്ട് പോകണം. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സെഷൻ നമുക്ക് ചോദ്യമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 65, 66, 66B, 66C, 66D, 66E, F, A, B, അതേപോലെ തന്നെ 69A, 73. ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന 66A മുതലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. അതിക്ക് മുമ്പ് നോക്കുക, IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യം നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്?
ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്കതിൻ്റെ അകത്തെ സെഷനുകൾ ഒന്ന് നോക്കാം. അതായത് 66A ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. 66A അതായത് കമ്പ്യൂട്ടർ റിസോഴ്സ് അല്ലെങ്കിൽ ആശയവിനിമയ ഉപകരണം വഴി കുറ്റകരമായ സന്ദേശങ്ങൾ അയച്ചാലുള്ള ശിക്ഷയാണ് എന്തെന്ന് പറയുന്നത് 66A എന്ന് പറയുന്നത്. ഓക്കെ, പണിഷ്മെൻറ്റ് ഫോർ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജ് ത്രൂ എ കമ്പ്യൂട്ടർ ഓർ എ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, അതാണ് എന്തെന്ന് പറയുന്നത് 66A എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന കമ്പ്യൂട്ടർ റിസോഴ്സസ് അല്ലെങ്കിൽ ആശയവിനിമയ ഉപകരണം അതെന്തുമായിക്കോട്ടെ, ഇപ്പോൾ ഈ പറയുന്ന മൊബൈലോ അല്ലെങ്കിൽ ലാപ്പോ അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ, ഇതുവഴി എന്ത് ചെയ്യുന്നു, നിലവിൽ ഈ ഉപകരണം വഴി കുറ്റകരമായ സന്ദേശങ്ങൾ അയച്ചു. ഓക്കെ, ഇതുവഴി എന്ത് ചെയ്യുന്നു, സന്ദേശങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ശിക്ഷയാണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ 66A എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19(1)(a) ഓക്കെ, പൗരന് ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യ ലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ സംഭാഷണത്തിലുള്ള നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 66A എന്ന് പറയുന്ന വകുപ്പ് സുപ്രീം കോടതി 2015 റദ്ദാക്കി. ഓക്കെ, അപ്പോൾ 66A എന്ന് പറയുന്നത് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സുപ്രീം കോടതി റദ്ദാക്കിയതാണ് 66A എന്ന് പറയുന്ന വകുപ്പ്. 66A സുപ്രീം കോടതി റദ്ദാക്കിയ കേസ് ഏതാണെന്ന് ചോദിച്ചാൽ ശ്രേയ സിംഗാൽ വാസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2025. ഓർത്തു വെച്ചോ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 66A വകുപ്പ് സുപ്രീം കോടതി റദ്ദാക്കിയ കേസ് ഏതാണ് എന്ന് ചോദിച്ചാൽ, കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ശ്രേയ സിംഗാൽ. ഓക്കെ, ശ്രേയ സിംഗാൽ വാസ് എന്താണ് യൂണിയൻ ഓഫ് ഇന്ത്യ 2015. ഓക്കെ, യൂണിയൻ ഓഫ് ഇന്ത്യ 2050 ആണ് എന്ത് ചെയ്തത്, നിലവിൽ 66A എന്ന് പറയുന്ന ഇത് നീക്കം ചെയ്തത്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, 2015 സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത സെക്ഷൻ ഏതാണെന്നുള്ളത്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. 2015 സുപ്രീം കോടതി വിധി പ്രകാരം റദ്ദ് ചെയ്ത സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് 66A ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി 2020 IT ആക്ട് സെക്ഷൻ 69A 2020 പ്രകാരം കേന്ദ്ര സർക്കാർ നിരവധി ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. നമുക്കറിയാം, ഈ പറയുന്ന ടിക്ടോക്ക് എന്നൊക്കെ പറയുന്ന കുറേ ആപ്ലിക്കേഷനൊക്കെ ഭയങ്കരധികം ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മുടെ ഇവിടെയൊക്കെ. അതൊക്കെ നിർത്തലാക്കിയത് 2020 നമുക്കറിയാം. കുറേ ആളുകളൊക്കെ ഭയങ്കരധികം വൈറലായിക്കൊണ്ടിരുന്നതാണ് ടിക്ടോക്കിലൊക്കെ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ നിർത്തലാക്കിയത് ഏത് IT ആക്ട് പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 IT ആക്ട് സെക്ഷൻ 69A വെരി വെരി ഇമ്പോർട്ടൻ്റ് 69A സെഷൻ പ്രകാരമാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ അത്രയും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളതിലേക്ക് നോക്കാം. അതായത് സെഷൻ 66 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെഷൻ 66 എന്താണ് സെഷൻ 66 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഹാക്കിംഗ് ആണ് സെഷൻ 66. അതായത് 2008 ഭേദഗതി നിയമപ്രകാരം ഹാക്കിംഗ് എന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്നാക്കി മാറ്റി ഈ പറയുന്ന ഹാക്കിംഗ്. ഓക്കെ, അപ്പോൾ സെഷൻ 66 ഹാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, 2028 ഭേദഗതി നിയമപ്രകാരം ഹാക്കിംഗ് എന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്നാക്കി. അതേപോലെ തന്നെ അടുത്തതാണ് 66C വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 66C സ്വത്ത് അപഹരണം ഐഡൻറ്റിറ്റി തെഫ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്വതാപഹരണം ഐഡൻറ്റിറ്റി തെഫ്റ്റാണ് 66C. ഇനി 66D ഇമ്പോർട്ടൻ്റ് ആണ്. 66D എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾമാറാട്ടം ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ഓക്കെ, 66D എന്താണെന്ന് ചോദിച്ചു ആൾമാറാട്ടം, അതായത് ചീറ്റിംഗ് ബൈ പേഴ്സണൈസേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സ്. ഓക്കെ, ആൾമാറാട്ടം നടത്തി എന്ത് ചെയ്യുക, ഈ പറയുന്ന ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് 66D എന്ന് പറയുന്നത്, ആൾമാറാട്ടം. ഓക്കെ, അടുത്തത് 66E ആണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ, നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. സ്വകാര്യത അപഹരണം, അതായത് വയലേഷൻ ഓഫ് പ്രൈവസി ആണ് 66E എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പറയാം 66F. 66F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൈബർ ടെററിസം. ഓക്കെ, സൈബർ ടെററിസം ആണ്
എന്തെന്ന് പറയുന്നത് 66 എഫ് എന്ന് പറയുന്നത്. അടുത്തതാണ് 67 എ എന്ന് പറയുന്നത്. 67 എ ആണ് അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, അതേപോലെ തന്നെ അതിൻ്റെ പ്രചരണമാണ് 67 എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 67 ബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 67 ബി ആണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം. ചൈൽഡ് പോണോഗ്രഫിയാണ് എന്തെന്ന് പറയുന്നത് 67 ബി എന്ന് പറയുന്നത് ചൈൽഡ് പോണോഗ്രഫി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതെ ഈ സാധനം ചോദിക്കാം. 67 ബി ചൈൽഡ് പോണോഗ്രഫി ചോദിക്കാം. അതേപോലെ തന്നെ എന്താണ് 66 ഇ എന്ന് പറയുന്നത് സ്വകാര്യതാപഹരണം, വയലേഷൻ ഓഫ് പ്രൈവസി. 66 എന്താണ് ഇ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് 66 എഫ് എന്ന് പറയുന്നത്, അതായത് സൈബർ ടെററിസം. 66 എഫ് ആണ് സൈബർ ടെററിസം. ചോദിക്കാം, നല്ലൊരു ചോദ്യമാണ്. 66 എഫ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ ടെററിസമാണ് 66 എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 66 എന്ന് പറയുമ്പോൾ എന്താണ് ഹാക്കിംഗ് ആണ്. 66 സി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്വതാപഹരണം, ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് 66 സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് IT ആക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 66 എ ആണ് നിലവിൽ സുപ്രീം കോടതി റദ്ദ് ചെയ്തത് എന്നുള്ളത് ഓർക്കുക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2015 ആണ്. 2020 IT ആക്ട് പ്രകാരം 69 എ പ്രകാരം കേന്ദ്ര സർക്കാർ നിരവധി ചൈനീസ് ആപ്പുകൾ നിർത്തലാക്കിയത് 2020. അത് ഏത് സെഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 69 എ ആണ് സെഷൻ എന്ന് പറയുന്നത്. 69 എ ആണ് ചൈനീസ് ആപ്പുകൾ നിർത്തലാക്കിയത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് 66 എന്ന് പറയുന്നത് ഹാക്കിംഗ് ആണ്. 66 ഹാക്കിംഗ് ആണ്. അതേപോലെ തന്നെ 66 ബി എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണമാണ്. 66 ബി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ, 66 ബി എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണത്തെക്കുറിച്ച് പറയുന്നതാണ് 66 ബി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഈ മോഷണ വസ്തുക്കൾ സ്വീകരിക്കുന്നതും 66 ബി എന്ന് പറയുന്ന സെഷനിലാണ് വരുന്നത്. 66 സി സ്വതാപഹരണം, 66 ഡി ആൾമാറാട്ടം, 66 ഇ സ്വകാര്യത അപഹരണം. അതേപോലെ തന്നെ എന്താണ് സെഷൻ 66 എഫ് സൈബർ ടെററിസം, 67 എ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, 67 ബി കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, 69 എ കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് മക്കളെ പഠിച്ചിട്ട് വേണം പോകാൻ. പഠിക്കുകയല്ല, ജസ്റ്റ് 1-2 തവണ കേട്ടാൽ മതി, നിങ്ങളത് സെറ്റായിക്കോളും. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ എ ഹെഡ്ഫോൺ, ഓപ്ഷൻ ബി സ്പീക്കർ, ഓപ്ഷൻ സി സൗണ്ട് കാർഡ്, ഓപ്ഷൻ ഡി മൈക്രോഫോൺ. ഏതാണ് ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത്? ഓക്കെ, ഏതാണ്? മൈക്രോഫോണാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്താണെന്നുള്ളതും അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്താണെന്നുള്ളതും പഠിക്കാം. അതായത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളെയാണ്. ഓക്കെ, അതായത് പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഔട്ട്പുട്ട് ലഭ്യമാകുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഉപകരണങ്ങളെ അറിയപ്പെടുന്നതാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഈ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെയാണ് VDU, അതായത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നുള്ളതാണ് ആദ്യത്തെ. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ഉപകരണമായിട്ട് നമുക്ക് പറയാം എന്താണ്? VDU, അതായത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് പ്രിൻ്റർ, എന്താണ്? ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. അതേപോലെ തന്നെ പ്ലോട്ടർ എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. അതേപോലെ തന്നെ സ്പീക്കർ, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് സ്പീക്കർ, അതെന്താണ്? ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. അതേപോലെ തന്നെ ഹെഡ്ഫോൺ, ഓക്കെ, ഹെഡ്ഫോൺ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഉപകരണമാണ്. അതേപോലെ തന്നെ പ്രൊജക്ടർ, അതെന്താണ്? ഒരു ഔട്ട്പുട്ട് ഉപകരണത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. എന്താണ് ഔട്ട്പുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഉപകരണങ്ങൾ, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അതിലൊന്നാമത്തെയാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് VDU, 2 പ്രിൻ്റർ, 3 പ്ലോട്ടർ, 4 സ്പീക്കർ, 5 പ്രൊജക്ടർ. ഇത്രയെങ്കിലും ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ ഔട്ട്പുട്ട് ഉപകരണം ഏതാണ്, ഇൻപുട്ട് ഉപകരണം ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് ഇൻപുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയ. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് എന്താണ് വിവരങ്ങളും അതേപോലെ തന്നെ എന്താണ് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയ. ഓക്കെ, വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും അപ്പോൾ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യെസ്, ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും നമ്മുടെ ഇൻപുട്ട് ഉപകരണങ്ങൾ? ഏറ്റവും ഫസ്റ്റ് നമുക്ക് പറയാം, അതായത് കീബോർഡ്. നമ്മളെപ്പോഴും ടൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താ? കീബോർഡല്ലേ. അപ്പോൾ കീബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് ഉപകരണങ്ങളാണ്. കാരണം കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വിവരങ്ങൾ ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കീബോർഡ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കീബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് ഉപകരണമാണ്. അതേപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ടച്ച് പാഡ്. ഇപ്പോൾ നമ്മളെന്താണ് ഈ പറയുന്ന ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്, നമുക്ക് ടച്ച് പാഡ് ഉണ്ട്. അപ്പോൾ ടച്ച് പാഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് ഉപകരണമാണ്. അതേപോലെ തന്നെ മൗസ്, നിങ്ങൾക്ക് അറിയാവുന്ന ആദ്യം പറയുന്നതാണ് കേട്ടോ. മൗസ്, കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ വിവരങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മൗസ്, അതായത് കേഴ്സർ വെച്ച് മൗസിൻ്റെ അടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിവരങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ മൗസ് എന്ന് പറയുന്നത് എന്താ? ഒരു ഇൻപുട്ട് ഉപകരണം. മനസ്സിലായില്ലേ? ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? സ്കാനർ എന്താണ്? ഇൻപുട്ട് ഉപകരണമാണ്. അതേപോലെ തന്നെ ജോയ്സ്റ്റിക്ക്, ഡിജിറ്റൽ ക്യാമറ, മൈക്രോഫോൺ, ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഉപകരണങ്ങളാണ്. മൈക്രോഫോൺ എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ സൗണ്ട്, അതാണ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോഫോൺ എന്ന് പറയുന്നത് എന്താ? ഇൻപുട്ട് ഉപകരണമാണ്. ഓക്കെ, അതേപോലെ തന്നെ OMR, നമ്മുടെ പരീക്ഷയൊക്കെ റീഡ് ചെയ്യുന്നത് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ചിലപ്പോൾ ഫുൾ ഫോം ചോദിക്കാം. OMRൻ്റെ ഫുൾ ഫോം ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നുള്ളതാണ് OMRൻ്റെ ഫുൾ ഫോം. അതേപോലെ തന്നെ എന്താണ്? ഈ പറയുന്ന സ്മാർട്ട് കാർ റീഡർ, ബയോമെട്രിക് സെൻസർ, ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഉപകരണങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇൻപുട്ട് വിവരങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന ബൈനറി വിവരങ്ങളാക്കി മാറ്റുന്ന ഉപകരണങ്ങളെയൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കാം? ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഔട്ട്പുട്ടും അതേപോലെ തന്നെ ഇൻപുട്ടും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇൻപുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അതായത് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്ന പ്രക്രിയയെ ഇൻപുട്ട് എന്നും, പ്രോസസ്സിങ്ങിന് ശേഷം, അതായത് നമ്മൾ കൊടുത്ത വിവരങ്ങൾക്ക് പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഉപകരണങ്ങളെ ഔട്ട്പുട്ട് ഉപകരണങ്ങളെന്നും ഇൻപുട്ട് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ നമുക്ക് ഇൻപുട്ട് ഉപകരണങ്ങളെന്നും പറയാം. നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്നുള്ളത്. ചിലപ്പോൾ ഉറപ്പായും 1 മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ പഠിച്ചു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തൊരു ചോദ്യമാണ്, താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏതാണ്? വെബ് ബ്രൗസറിന് ഉദാഹരണം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഓപ്ഷൻ A സഫാരി, ഓപ്ഷൻ B കുക്കി, ഓപ്ഷൻ C ടോക്കൺ, ഓപ്ഷൻ D മൈക്രോ. നിഷ്പ്രയാസം തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. കാരണം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതാണ്, ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമാണ് ഈ പറയുന്ന സഫാരി എന്ന് പറയുന്ന ബ്രൗസർ. ഓക്കെ, അതായത് ആപ്പിളിൻ്റെ ബ്രൗസറാണ് ഏതെന്ന് പറയുന്നത്? സഫാരി എന്ന് പറയുന്നത്. അതായത് ഒരു ഡേറ്റാബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡാറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ബ്രൗസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു വെബ് ബ്രൗസറാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്നത്. പക്ഷേ വലിയ സ്പീഡൊന്നും ഇല്ലാത്തതുകൊണ്ടും അതേപോലെ തന്നെ വിൻഡോസിൻ്റെ ആയതുകൊണ്ടും നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. പണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടായിരുന്നു. പക്ഷേ ആരുടെ വരവോടെയാണ് ഇതൊക്കെ നിർത്തലാക്കിയത്?
ഗൂഗിൾ ക്രോമും അതേപോലെ തന്നെ നമ്മുടെ മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്ന ഈ രണ്ട് വെബ് ബ്രൗസറുകൾ വന്നതോടുകൂടിയാണ് എന്ത് ചെയ്തത്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൻ്റെ ഒക്കെ ഉപയോഗം വളരെയധികം കുറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വെബ് ബ്രൗസറുകളാണ്. ഒന്ന് ഗൂഗിൾ ക്രോം, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് എന്താണ്, ഈ പറയുന്ന ഗൂഗിൾ ക്രോം, അല്ലെങ്കിൽ എന്താണ് മോസില്ല ഫയർഫോക്സ്. ഇത് രണ്ടും എന്താ വെബ് ബ്രൗസറാണ്. പിന്നെ എന്താണ് ആപ്പിളിൻ്റെ വെബ് ബ്രൗസറാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ സഫാരി എന്ന് പറയുന്നതാണ് ആപ്പിളിൻ്റെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എപ്പിക്, അതേപോലെ തന്നെ നെറ്റ് സ്കൈപ്പ്, അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി ഗൂഗിളിൻ്റെ വെബ് ബ്രൗസറാണ് ഏതെന്ന് പറയുന്നത് ഗൂഗിൾ ക്രോം. ഓക്കെ, ഗൂഗിൾ ക്രോമാണ് ഗൂഗിളിൻ്റെ വെബ് ബ്രൗസർ. ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ. നമ്മൾ പറഞ്ഞു ആപ്പിൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആപ്പിൾ വികസിപ്പിച്ച എന്താണ് വെബ് ബ്രൗസറാണ് ഏതെന്ന് പറയുന്നത് സഫാരി എന്ന് പറയുന്നത്. ക്രോം വികസിപ്പിച്ച കമ്പനിയാണ് ഗൂഗിള്. അതേപോലെ തന്നെ നെറ്റ് സ്കേപ്പ് നാവിഗേറ്റർ വികസിപ്പിച്ചത് മാർക്ക് ആൻഡ്രീസൺ ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഇന്ത്യയുടെയാണ് ഏതെന്ന് പറയുന്നത് എപ്പിക് എന്ന് പറയുന്നത്. ആരും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ആയിരുന്നു എപ്പിക് നിലവിൽ വന്നത് 2013 ഓഗസ്റ്റ് 19 നല്ലൊരു ചോദ്യമാണ്. 2013 ഓഗസ്റ്റ് 19 ഏത് വന്നത്, ഇന്ത്യയുടെ വെബ് ബ്രൗസറായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസറായിട്ടുള്ള എപ്പിക് എന്ന് പറയുന്ന സംഭവം വന്നത്. ഒന്ന് ഓർത്ത് വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എങ്ങാനും എന്ത് ചെയ്യാം, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എപ്പിക് എന്താണ് ഒരു വെബ് ബ്രൗസറാണ്. ആരുടെയാണ്, ഇന്ത്യയുടെ വെബ് ബ്രൗസറാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ എന്നാ നിലവിൽ വന്നത് 2013 ഓഗസ്റ്റ് 29 ഇത് വികസിപ്പിച്ചത് ഹിഡൻ റിഫ്ലെക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഓക്കെ, 12 ഭാഷകളിലും അറബിക്, ചൈനീസ്, പേർഷ്യൻ, ഗ്രീക്ക് തുടങ്ങിയ വിദേശ ഭാഷകളിലും എപ്പിക്കിൻ്റെ സേവനം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അത്രയും കാര്യം ഒന്ന് ഓർത്ത് വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു കുക്കീസ് എന്ന് പറയുന്നത്. അതായത് ബ്രൗസർ ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ചെറിയ ടെക്സ്റ്റ് ഫയലുകൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന കുക്കീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കാണാറുണ്ട് കുക്കീസ് ക്ലിയർ ചെയ്യാൻ. അപ്പോൾ എന്താണ് ഈ പറയുന്ന അതായത് നമ്മളൊരു ബ്രൗസർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ചെറിയ സ്മോൾ ടെക്സ്റ്റ് ഫയലാണ് എന്തെന്ന് പറയുന്നത് കുക്കീസ് എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചോ, അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. പിന്നെ PSCക്ക് ആ ഒരു ചോദ്യം ചോദിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. അപ്പോൾ കുക്കീസ് എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ ടെക്സ്റ്റ് ഫയലിനെയാണ് കുക്കീസ് എന്ന് പറയുന്നത്. അതായത് ഒരു വെബ് ബ്രൗസറിൽ കയറി നമ്മൾ അതിൻ്റെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ചെറിയ ചെറിയ ഷോർട്ട് ഫയലുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കുക്കീസ് എന്ന് പറയുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെയാണ് ടോക്കണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും നെറ്റ്വർക്കുകളിലോ അതേപോലെ തന്നെ വെബ്സൈറ്റുകളിലോ പ്രവേശിക്കുന്നതിനായി യൂസറിൻ്റെ ഐഡൻറ്റിറ്റി സ്വീകരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ടോക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂസർ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആൾ, ഓക്കെ, യൂസറിൻ്റെ ഐഡൻറ്റിറ്റി സ്വീകരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ടോക്കൺ. അപ്പോൾ യൂസറിൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിക്കുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത് ടോക്കണുകൾ എന്നുള്ളത്. യൂസറിൻ്റെ ഐഡൻറ്റിറ്റി സ്വീകരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ടോക്കണുകൾ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. വെബ്സൈറ്റിൽ പ്രവേശിക്കുന്നതിനായിട്ടാണ് ഈ പറയുന്ന യൂസറിൻ്റെ ഐഡൻറ്റിറ്റി സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന ടോക്കണുകൾ. ഓക്കെ, അപ്പോൾ അത്ര ഒന്ന് ഓർത്ത് വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്തൊരു ചോദ്യത്തോടുകൂടി ഇന്നത്തെ ക്ലാസ്സോട് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ചോദ്യം ഇതാണ്, ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം, കാരണം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ, ഓക്കെ, അപ്പോൾ 5th ജനറേഷൻ എന്താണ് ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത് AI എന്ന് പറയുന്നത്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ, 5ാം തലമുറ കമ്പ്യൂട്ടറിൽ. ഓക്കെ, അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ്, മക്കളെ ഓർക്കുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അത് ജോൺ മക്കാർത്തി ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ജോൺ മക്കാർത്തി. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ജോൺ മക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ജോൺ മക്കാർത്തി.
ഗൂഗിളിൻ്റെ പുതിയ മൾട്ടി മോഡൽ AI സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജെമിനി എന്ന് പറയുന്നത്. ജെമിനി. ഓക്കെ, അപ്പോൾ ജെമിനി എന്ന് പറയുന്നതാണ് ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്? ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനമാണ് ഏതെന്ന് പറയുന്നത്? ജെമിനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ജോൺ മക്കാർത്തിയാണ്. ഗൂഗിളിൻ്റെ പുതിയ മൾട്ടി മോഡൽ AI സംവിധാനമാണ് ഏതെന്ന് പറയുന്നത്? യെസ്, ജെമിനി എന്നുള്ളത്. ഓക്കെ, ജെമിനി എയുടെ പഴയ പേരായിരുന്നു ബാർഡ്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോട്ടോ, നല്ല ചോദ്യമാണ്. ബാർഡ് എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏത് AI സംവിധാനത്തിൻ്റെ പഴയ പേരാണ്? കിടുക്കാച്ചി സാധനമാണ്. കാരണം ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. കാരണം ഒരു കാരണവശാലും നമ്മൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന ജെമിനിയുടെ പഴയ പേരാണ് ബാർഡ് എന്നുള്ളതൊന്നും നമ്മൾ ഒരിക്കലും എഴുതത്തില്ല. അപ്പോൾ നല്ലൊരു ചോദ്യമാണ് മക്കളെ, ശ്രദ്ധിക്കുക. അതായത് ജെമിനി AI പഴയ പേരാണ് ബാർഡ്. ടെക്സ്റ്റ് കോഡ്, ഇമേജ്, വീഡിയോ എന്നിവയുൾപ്പെടെ വ്യത്യസ്ത തരം വിവരങ്ങൾ സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കാനും മനസ്സിലാക്കുവാനും ആർക്ക് കഴിയും? ജെമിനിക്ക് കഴിയും. ജെമിനി AI ഇന്ത്യയിൽ ഹിന്ദി ഭാഷയിൽ ലഭ്യമാണ്. അപ്പോൾ ജെമിനി AI ഇന്ത്യയിലെ ഏത് ഭാഷയിൽ ലഭ്യമാണ് എന്ന് ചോദിച്ചാൽ നല്ലൊരു ചോദ്യമാണ്. ഏത് ഭാഷയിലാണ് നിലവിൽ? ഹിന്ദി ഭാഷയിലാണ് കേട്ടോ. അപ്പോൾ ജെമിനി AI ഇന്ത്യയിലെ ഏത് ഭാഷയിലാണ് ലഭ്യമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഹിന്ദി എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ചാറ്റ് GPT വികസിപ്പിച്ച കമ്പനിയാണ് ഓപ്പൺ AI എന്ന് പറയുന്നത്. മെറ്റ AI വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് മെറ്റ. അതേപോലെ തന്നെ കോപൈലറ്റ് AI വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മളിന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നാളെ പോയി എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഞാനൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കൂടി നാളെ നിങ്ങൾക്ക് ബസ്സിലിരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നാളെ രാവിലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഓൾ ഇൻ ഓൾ ക്വിക്ക് റിവിഷനായിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ്. പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മാത്രം മതി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്ന തരത്തിൽ തന്നെ ഞാൻ മാക്സിമം പറഞ്ഞു പോകാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നന്നായിട്ട് പോയിട്ട് എക്സാം എഴുതുക. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചതാണ്. ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിവിഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, നാളെ നിങ്ങളുടെ ദിവസമാണ്. നന്നായി പോയി എക്സാം എഴുതുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ഒരു ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ കൂടി നാളത്തേക്ക് സെറ്റ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എക്സാമിന് വരട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.